പാണ്ഡവരുടെ രണ്ടാമത്തെ ദൂതനായി, അതായത് യുദ്ധം ഉപേക്ഷിച്ചുകൊണ്ട് സമാധാനം നിലനിർത്തി തങ്ങളുടെ സ്വത്ത് തിരികെ നൽകുവാൻ സമാധാനപരമായ സന്ദേശവുമായി പാണ്ഡവർ തങ്ങളുടെ ദൂതനാകുന്ന കൃഷ്ണനെ ഹസ്തിനാപുരത്തിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ കൃഷ്ണൻ ഹസ്തിനാപുരത്തിൽ വന്നെത്തി തൻ്റെ ആഗമന ഉദ്ദേശം നിറഞ്ഞ സഭയിൽ എല്ലാവരും ഇരുന്നതിന് ശേഷം രാജാക്കന്മാർ ആരും തന്നെ ഒന്നും മിണ്ടാതെ ഇരിക്കെ ദുന്ദുഭി സ്വരത്തോടു കൂടിയവനായ കൃഷ്ണൻ പറയുവാൻ ആരംഭിച്ചു. സഭാവാസികൾ പൂർണ്ണമായും കൃഷ്ണൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ധൃതരാഷ്ട്രനെ നോക്കി അദ്ദേഹത്തോടായി കൃഷ്ണൻ ഇപ്രകാരം പറയുവാൻ തുടങ്ങി. ഹേ വീരനായ മഹാരാജാവേ, കുരുക്കൾക്കും പാണ്ഡവന്മാർക്കും നാശം സംഭവിക്കാതെ ശമമുണ്ടാകുവാൻ വേണ്ടി ഭവാനോട് ഞാൻ യാചിക്കുകയാകുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് ഭവാന്റെ നന്മയ്ക്ക് വേണ്ടി ആകുന്നു. എല്ലാവരുടെയും നന്മ ഇതിലടങ്ങിയിരിക്കുന്നു. അല്ലയോ രാജാവേ, അറിയേണ്ടതൊക്കെ അറിയിക്കാം. സർവ്വരാജാക്കന്മാരുടെയും വംശത്തെക്കാൾ മീതെയാകുന്നു ഈ കുരുവംശം. ഭവാന്റെ വംശം അറിവും വൃത്തിയും ചേർന്ന സർവഗുണങ്ങളും തികഞ്ഞതാകുന്നു. കൃപ, അനുകമ്പ, കാരുണ്യം, ആർജവം, ക്ഷമ, സത്യം ഇവയെല്ലാം കുരുക്കന്മാർക്ക് ഉണ്ടാകുന്നു. ഭവാൻ കാരണം വിശേഷിച്ചു അതിന് വിപരീതമായി ഒന്നും തന്നെ സംഭവിക്കുവാൻ പാടില്ല. സ്വബന്ധുക്കളോട് പെരുമാറേണ്ട രീതിയിലല്ല നിങ്ങളേവരും പെരുമാറിയിരിക്കുന്നതെന്ന് ഭവാൻ അറിയുന്നുണ്ടല്ലോ. കുരുക്കളിൽ മുളച്ചുണ്ടായ ഈ ഘോരമായ വിപത്ത് ഭവാൻ തടുത്തു നിർത്തിയില്ലെങ്കിൽ വളർന്ന് ഈ ലോകം മുഴുവൻ മുടിച്ചു കളയും. അത് കുലനാശത്തിന് ഭവാൻ കാരണമാകരുത്. ഈ ആപത്തിനെ ഒതുക്കി തീർക്കാം. രാജേന്ദ്ര, ഭവാന്റെ ആജ്ഞ ഭവാന്റെ മക്കൾ കേൾക്കണം. ഭവാന്റെ ആജ്ഞപ്രകാരം സംഭവിക്കുകയാണെങ്കിൽ അത് ഭവാന്റെ മക്കൾക്ക് ഹിതമായത് സംഭവിക്കും. അത് പാണ്ഡവന്മാർക്കും ഹിതമായി ഭവിക്കും. ഞാൻ ശമത്തിനായാണ് ഉദ്യമിക്കുന്നത്. അതിനാൽ തന്നെ അടങ്ങാത്ത മക്കളെ ഭവാൻ ശാസിച്ചുകൊണ്ട് അടക്കുക. രണ്ട് കൂട്ടർക്കും ഹിതമായത് സംഭവിക്കണം. ഭീഷ്മർ, ദ്രോണർ, കൃപൻ, കർണൻ, വിവിംശതി, വികർണൻ, അശ്വത്ഥാമാവ്, ബാൽഹീകൻ, സോമദത്തൻ, സൈന്ധവൻ, കലിംഗൻ, കാംബോജൻ, സുദക്ഷണൻ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, യമന്മാർ, തേജസ്വിയായ സാത്വകി, യുയുത്സു ഇവരൊക്കെ മഹാരഥന്മാർ ആകുന്നു. ഈ കുരുപാണ്ഡവന്മാർ ചേർന്നാൽ ഭവാനോട് ഏൽക്കുവാൻ ലോകത്ത് ആരും തന്നെ ഉണ്ടാകില്ല. ഇവർ യുദ്ധം ചെയ്യാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ഉണ്ട്. യുദ്ധത്തെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. അതിൽ ഞാൻ വലുതായ ക്ഷയമാകുന്നു കാണുന്നത്. രണ്ട് പക്ഷവും നശിച്ചു കഴിഞ്ഞാൽ എന്ത് ധർമ്മമാണ് ഉണ്ടാകുന്നത്? പാണ്ഡവന്മാരെയും കൗരവന്മാരെയും നമുക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരാകുന്നു. ഇങ്ങനെ പരസ്പരം വെട്ടി സകലരും മരിക്കുന്നതോടുകൂടി വന്നു ചേർന്ന രാജാക്കന്മാരും അമർഷന്മാരായി മുടിയും. സകല പ്രജകളും മുടിയും. രാജാവേ, ലോകത്തെ കാക്കുക. പ്രജകൾ നശിക്കാതെ ഇരിക്കട്ടെ. ശുഭമായി ഇവിടെ വന്നു ചേർന്ന ഈ മന്നവന്മാരെല്ലാം ഒത്തുചേർന്ന് പരസ്പരം ഒന്നിച്ചുണ്ണുകയും ശേഷം സന്തോഷത്തോടുകൂടി അവരവരുടെ ഗൃഹങ്ങളിലേക്ക് പോയിക്കൊള്ളട്ടെ. നല്ല വസ്ത്രങ്ങളും മാലകളും ധരിച്ച് പൂജയേറ്റ് അമർഷം നീക്കി വൈര്യം കൈവെടിഞ്ഞുകൊണ്ട് പരസ്പരം ആശ്ലേഷിച്ചുകൊണ്ട് പിരിയട്ടെ. അതാകുന്നു ഏവർക്കും നല്ലത്. അതുകൊണ്ട് തന്നെ പാണ്ഡവരുടെ സകല സ്വത്തുക്കളും തിരികെ പാണ്ഡവർക്ക് തന്നെ കൊടുത്താലും അതിലൂടെ സമാധാനവും സന്തോഷവും നിലനിർത്തി പുത്രന്മാരോടുകൂടി ഏവർക്കും ജീവിക്കാവുന്നത് ആകുന്നു എന്ന് കൃഷ്ണൻ സമാധാനപരമായി തന്റെ ആഗമനോദ്ദേശം ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മുൻപാകെ നിറഞ്ഞ സഭയിൽ അവതരിപ്പിക്കുന്നുവെന്ന് മഹാഭാരതം ഉദ്വേഗപർവം പറയുന്നു.